ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വാഹനത്തിൽ ഏറ്റവും കുറഞ്ഞ ഫ്യൂവൽ യൂസ് ചെയ്ത് വാഹനം ഓടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അതായത് ഏറ്റവും കുറഞ്ഞ ഏകദേശം ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപയ്ക്കൊക്കെ വാഹനത്തിൽ ഫ്യൂവൽ ഫില്ല് ചെയ്ത് ഓടിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടോണം. കാരണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നൊരു പണിയെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് പറയാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ വാഹനത്തിൽ ഫ്യൂവൽ കുറഞ്ഞ് ഓടിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ആസ് യൂഷ്വൽ നമുക്കറിയാം, ഫ്യൂവൽ കുറഞ്ഞാണ് ഓടിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ അടുത്ത പമ്പിലോട്ട് പോകേണ്ടി വരും. അതല്ലാതെ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 100% അതല്ലാതെ ഒരു കുഴപ്പമുണ്ട്. ആ ഒരു കുഴപ്പത്തിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങളുടെ വാഹനത്തിനകത്ത് ഫ്യൂവൽ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അടുത്ത പമ്പ് വരെ ചെല്ലും എന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പമ്പ് ക്ലോസ്ഡ് ആണെങ്കിൽ അടുത്ത പമ്പിലോട്ട് പോകുന്നവരെ ഈ വാഹനം ഓടിയില്ല, വാഹനം നിന്ന് പോയെന്ന് സങ്കല്പിക്കുക. അതായത് ഫ്യൂവൽ തീർന്ന് വാഹനം വഴിയിൽ നിന്ന് പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നുമില്ല. നമ്മൾ സാധാരണ പോലെ ഫ്യൂവൽ മേടിച്ച് തിരിച്ചൊഴിക്കുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു, സ്റ്റാർട്ട് ആകുന്നില്ല. എന്തുകൊണ്ട്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ വാഹനത്തിൽ ഫ്യൂവൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്ത് ദൂരം എത്ര ഓടിക്കാൻ പറ്റുമോ അത്ര ഓടിച്ച് വാഹനം ഫ്യൂവൽ തീർന്ന് ഓഫായി കഴിഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു 3-4 തവണ സ്റ്റാർട്ട് ചെയ്ത് നോക്കും. സ്റ്റാർട്ട് ആകുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് വേറെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരും കൂടെ ഒന്ന് സഹായിക്കും സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി. ഇങ്ങനെ ഒരു 3-4 അല്ലെങ്കിൽ ഒരു 5 തവണയോളം വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വാഹനത്തിന് മനസ്സിലാവും ഫ്യൂവൽ വരുന്നില്ലെന്നുള്ളത്. അതായത് നമ്മുടെ കോമൺ റെയിലിലോട്ട് അല്ലെങ്കിൽ ഫ്യൂവൽ ചെല്ലേണ്ട ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സിലോട്ട് ഫ്യൂവൽ വരാതെ വരുമ്പോൾ വാഹനം ചിന്തിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിനകത്ത് ഫ്യൂവൽ ഇല്ല, പമ്പ് കട്ട് ഓഫ് ചെയ്തേക്കാം. അങ്ങനെ ഈസിയും ഫ്യൂവൽ പമ്പിലോട്ടുള്ള സിഗ്നൽ അങ്ങോട്ട് കട്ട് ചെയ്യും, ഫ്യൂവൽ പമ്പിലോട്ട് സിഗ്നൽ ചെല്ലത്തില്ല. അങ്ങനെ സിഗ്നൽ ചെല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ പെട്രോൾ തീർന്ന പെട്രോൾ മേടിച്ച് ഒഴിക്കാം എന്ന് പറഞ്ഞ് പെട്രോൾ മേടിച്ച് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ വാഹനം സ്റ്റാർട്ടാകത്തില്ല. അവിടെയാണ് പണി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വാഹനത്തിനകത്ത് ഫ്യൂവൽ കുറവാണെന്ന് അറിയാമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, വാഹനം ഓഫായി പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ സൈഡിലോട്ട് ഒതുക്കി നിർത്തുക. ആരെങ്കിലും വിട്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ പോയി ഫ്യൂവൽ മേടിച്ചുകൊണ്ട് ഒഴിക്കുക. ഫ്യൂവൽ മേടിച്ച് ഒഴിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഫ്യൂവൽ മേടിച്ച് ഒഴിച്ച ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യില്ല. ഇഗ്നീഷൻ കീ ഓൺ ആക്കുക. മീറ്ററിൽ മുഴുവൻ ലൈറ്റ് കാണിക്കുന്നതാണ് ഇഗ്നീഷൻ ഓൺ ആയെന്നുള്ളതിൻ്റെ സിമ്പിൾ. വാഹനത്തിൻ്റെ മീറ്ററിനകത്ത് മുഴുവൻ ലൈറ്റ് കാണിക്കുന്ന പോലെ ഓൺ ആക്കി വെക്കുക. ഒന്നുകൂടെ ഓഫ് ചെയ്യുക, പിന്നെയും ഓൺ ചെയ്യുക, പിന്നെയും ഓഫ് ചെയ്യുക. ഈ പറഞ്ഞൊരു പ്രോസസ്സ് ഓൺ ചെയ്ത് നിർത്തി ഒരു ഏകദേശം 2 അല്ലെങ്കിൽ 3 സെക്കൻഡ് നിർത്തിയാൽ മതി, പിന്നെ ഓഫ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 6 തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്ക് ലോഡ് ആകത്തുള്ളൂ. കാരണം ഫ്യൂവൽ പമ്പിൽ നിന്നും എൻജിൻ വരെയുള്ള ലൈൻസിനകത്ത് ഈ പറയുന്ന പെട്രോളിൻ്റെ കണ്ടൻറ്റ്, അതായത് ഇതിനകത്ത് എയർ കയറിയിട്ടുണ്ടായിരിക്കും. ആ എയറിനെ കളഞ്ഞ് പെട്രോൾ ചെല്ലാൻ വേണ്ടിയുള്ളൊരു താമസമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു 4 തൊട്ട് 5 വട്ടമെങ്കിലും ഇത് കീ ഓൺ ചെയ്ത് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വേറെ കംപ്ലയിൻസ് ഒന്നും വരത്തില്ല. ഇനി ഞാൻ ആദ്യം പറഞ്ഞൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരുപാട് തവണ ക്രാങ്ക് ചെയ്ത് നോക്കി, അതായത് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് വാഹനം പിന്നെ സ്റ്റാർട്ടാകാതെ വന്നെങ്കിൽ, ഫ്യൂവൽ കൊണ്ട് ഒഴിച്ചിട്ടും സ്റ്റാർട്ടാകാതെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 തൊട്ട് 15 മിനിറ്റെങ്കിലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ നെഗറ്റീവ് അഴിച്ചു വിടുക. അങ്ങനെ അഴിച്ചു വിട്ടതിന് ശേഷം പിന്നെ റീകണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാകുന്നതായിരിക്കും. അപ്പം ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾ മറക്കരുത്. ഉറപ്പായിട്ടും ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം വരത്തില്ല. കെട്ടി വലിച്ചോ അല്ലെങ്കിൽ ക്രെയിനിൽ കയറ്റിക്കൊണ്ട് വർക്ക്ഷോപ്പിലൊന്നും കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല.